ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 21 ഡേയ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ടെൻസും കോൺകോഡൊക്കെ തീർത്തോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആർട്ടിക്കിൾസ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ PYQ ബുക്ക് എടുത്തിട്ട് ആർട്ടിക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ശ്രുതി തന്നെയാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വൊക്കാബുലറിയിൽ നോക്കാൻ പോകുന്നത് കമ്മ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ വാക്ക് നോക്കാം. കം എക്രോസ് ആണ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ബൈ ചാൻസ് ആണ്. അതായത് നമ്മൾ പറയില്ലേ ആകസ്മികമായിട്ടൊക്കെ കണ്ടുമുട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുമുട്ടി എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ടു ഫൈൻഡ് ബൈ ചാൻസ് ആണ് കേട്ടോ. കം എക്രോസ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ബൈ ചാൻസ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണേ, കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക അല്ലേ. എക്രോസ് എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ ക്രോസ് എന്നുള്ള വാക്ക് എടുക്കാം. അതായത് നമ്മൾ ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ആക്സിഡൻ്റലിയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആകസ്മികമായിട്ടൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രണ്ട് കം ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് അവരെ നമ്മൾ ആകസ്മികമായിട്ട് കണ്ടുമുട്ടാറുണ്ട്. അടുത്ത് നോക്കാം. കം അപ്പാണ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് വരിക അല്ലേ. അതായത് നമ്മൾ ഗ്രോ ചെയ്യുക. ടു ഗ്രോ, ടു ബിഗിൻ ടു ഗ്രോ എന്നുള്ളൊരു മീനിങ് ആണ്. കം അപ്പ്, മുകളിലേക്ക് വരിക, അതായത് ടു ബിഗിൻ ടു ഗ്രോ. അടുത്തത് കം അപ്പ് ടു, ഒരു ടു കൂടെ വന്നിട്ടുണ്ട് അല്ലേ. അത് വരെ, മുകളിലേക്ക് വന്നിട്ട് അത് വരെ എത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ടു ഈക്വൽ ആവണ വരെ, അല്ലെങ്കിൽ അവിടെ എത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. കം ഡൗൺ ആണ്. കം ഡൗൺ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് അല്ലെങ്കിൽ ഹ്യൂമിലിയേഷനൊക്കെയാണ്. അപ്പോൾ കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തേക്ക് വരിക അല്ലേ. താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരാളെ എന്താ പറയുക, നാണം കെടുത്തുക അല്ലെങ്കിൽ അപമാനം വരുത്തുക. നമ്മൾ ഡൗൺ ആയി എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ ആകെ നാണം കെട്ടുപോയി അല്ലെങ്കിൽ അപമാനം വരുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. കൊളാപ്സ് ആവുക, തകർന്നു പോവുക, ഹ്യൂമിലിയേഷൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഡൗൺ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കട്ടെ. കം എക്രോസ് എന്ന് പറയുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ഫ്രണ്ട് കം വന്നു എന്നുള്ള രീതിയിൽ കേട്ടോ. അതായത് ടു ഫൈൻഡ് ബൈ ചാൻസ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരിക അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുക. കം അപ്പ് ടു, അത് വരെ. അപ്പ് ടു എന്ന് പറഞ്ഞാൽ അത് വരെ. അപ്പോൾ ഈക്വൽ ആവുക അല്ലെങ്കിൽ റീച്ച് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കം ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഹ്യൂമിലേറ്റ് ചെയ്യുക, നമ്മളെ നാണം കെടുത്തുക, അപമാനപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത് നോക്കാം. കം എബൌട്ട് ആണ്. എബൌട്ട്, കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ്. എന്താണ്? ഹാപ്പൻ. എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെക്കുറിച്ച് അല്ലേ, ഒരാളെക്കുറിച്ച്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് എന്തോ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അയാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ് കേട്ടോ. എന്താണ്? ഹാപ്പൻ. അടുത്ത് നോക്കാം. കം ഓഫ് ആണ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ ആണ് കേട്ടോ. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഈ ഓഫുള്ള ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഈ ഹോളിഡേയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ, കം ചെയ്ത് കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു 3 വീഡിയോ ഇട്ടു. എന്തുകൊണ്ടാണ്? ഹോളിഡേ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അതിരുന്ന് കാണും അല്ലേ. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. ഓക്കെ, ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആവും. ടു ബി സക്സസ്ഫുൾ. ഓക്കെ, കിട്ടിയോ? അപ്പോൾ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻ ആണ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ കമ്മ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ഫ്രേസൽ വെർബ് ആയതുകൊണ്ട് ഓർക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് നടക്കുന്നുണ്ട്. വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ക്ലാസ് എങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.